ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പതിവ് പോലെ ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ തന്നെയാണ്. നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ അടുക്കള നമ്മുടെ എത്ര ചെറുതാണെങ്കിലും അത് നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു വലുപ്പക്കുറവ് നമുക്കൊരു പ്രശ്നമേ ആയി തോന്നുകയില്ല. അപ്പൊ അങ്ങനെ അടുക്കള ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള കുറച്ച് ടിപ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ എന്താ ഐസ്ക്രീമിന് 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ഐസ്ക്രീമിന്റെ കപ്പ് നമ്മുടെ എല്ലാവരും വീട്ടിൽ കാണാം അല്ലെ. അപ്പൊ ഇതുപോലുള്ള ഐസ്ക്രീം കപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഓർഗനൈസർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് പെയിന്റ് ചെയ്തെടുക്കണം. ഇതിപ്പം ഇങ്ങനെ കാണാനായിട്ട് ഒരു ഭംഗിക്കുറവല്ലേ. അപ്പൊ ഞാൻ എന്താ വൈറ്റ് കളർ പെയിന്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഉൾഭാഗത്ത് ഞാൻ പെയിന്റ് അടിച്ചു കൊടുത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഉൾഭാഗത്ത് കൂടി പെയിന്റ് അടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് കപ്പിന്റെ അടിഭാഗത്തായിട്ട് 2 ഹോൾ ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ തന്നെ സൈഡ് ഭാഗങ്ങളിലും ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പൊ ഞാൻ ഇവിടെ സോൾഡറിംഗ് മെഷീൻ വെച്ചിട്ടാണ് ഈ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ പപ്പടക്കോൽ ഉണ്ടാവല്ലോ, ആ ഒരു പപ്പടക്കോൽ ഒന്ന് ചൂടാക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഈ ഒരു കപ്പിന്റെ അടിഭാഗത്തായിട്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് നേരെ വരുന്ന രീതിയിൽ സൈഡ് ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. 2 സൈഡിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് അടുത്ത കപ്പും ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലുള്ള ഒരു ചരടാണ്. ഇതിപ്പം ഒറ്റൊരു ചരട് ഞാൻ 2ആക്കി മടക്കിയിട്ടേക്കാണ്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ഹോളിന്റെ ഉള്ളിൽ കൂടി ഈ ഒരു നൂലൊന്ന് കടത്തി കൊടുക്കാം. ഇതുപോലെ അടിഭാഗത്തുള്ള ഹോളിന്റെ ഉള്ളിൽ കൂടി ആ ഒരു നൂലൊന്ന് കടത്തി കൊടുത്തതിന് ശേഷം സൈഡ് ഭാഗത്തുള്ള ഹോളിന്റെ ഉള്ളിൽ കൂടി ഇതൊന്ന് പുറത്തേക്ക് എടുക്കാം. ഇനി ഈ ഒരു നൂലിന്റെ തന്നെ മറ്റേ അറ്റവും ഇതേ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇനി രണ്ടാമത്തെ കപ്പ് കോർത്തെടുക്കുന്നതിന് മുന്നായിട്ട് 2 ഭാഗത്തുള്ള നൂലും ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. നമുക്ക് എത്ര ഡിസ്റ്റൻസ് ആണോ ഗ്യാപ്പ് വേണ്ടത് അതിനനുസരിച്ച് കെട്ടിക്കൊടുത്താൽ മതി. ഇനി ഞാൻ രണ്ടാമത്തെ കപ്പ് കോർത്തെടുക്കുകയാണ്. ഇതിൽ ഞാൻ അടിഭാഗത്തും ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഹോളിൽ കൂടി നമ്മൾ കോർത്തെടുക്കുന്ന ടൈമിൽ ഭയങ്കരമായിട്ട് വളഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു നൂല് ഞാൻ സൈഡിലുള്ള ഹോളിൽ കൂടി മാത്രം ഇട്ടിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് 2 സൈഡും ചെയ്തെടുക്കേണ്ടത്. ഇനി ഇത് കറക്റ്റ് ലെവലിൽ പിടിച്ചതിന് ശേഷം ആ ഒരു 2 നൂലും എടുത്തിട്ട് സെൻട്രലായിട്ട് ഇതുപോലെ കെട്ടിയിട്ട് കൊടുക്കുകയാണ്. ഇനി ഈ നൂലിന്റെ ബാക്കിയുള്ള ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് അടുക്കളയുടെ ചുമരിലായിട്ടൊന്ന് തൂക്കിയിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് സ്പൈസ് ജാറൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സ്പൈസസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ എന്താ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അടുക്കള ചെറുതാണെങ്കിൽ പോലും നമുക്ക് കുറച്ചൊക്കെ സ്ഥലം ലാഭിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഗ്യാസിന്റെ ഒക്കെ അടുത്തായിട്ട് നമ്മൾ ഹാങ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാനും എളുപ്പമായിരിക്കും. പിന്നെ ഇത് മാത്രമല്ല, ഇത് ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് ഒരു പൈസ ചിലവ് നമുക്ക് വരുന്നുമില്ല. നമ്മൾ വെറുതെ കളയാൻ വെച്ചിരിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത്രയും നല്ലൊരു ഓർഗനൈസർ നമ്മൾ തയ്യാറാക്കിയെടുത്തത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ സെയിം കപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു കപ്പ് അഴിച്ചെടുത്താണ് കേട്ടോ. ഇത് നമുക്ക് വേറൊരു രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം ഈ ഒരു 2 കപ്പും ചേർത്ത് ഒട്ടിച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ ഈ ഒരു കപ്പിന്റെ സൈഡ് ഭാഗത്തായിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അടുത്ത കപ്പ് എടുത്തതിന് ശേഷം ഇതുപോലെ വായ്ഭാഗങ്ങൾ തമ്മിൽ ചേരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഭാഗത്തായിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിപ്പം ഈ ഒരു ഹോള് കാണുന്നത് ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഓർഗനൈസർ ഉണ്ടല്ലോ, അപ്പോൾ അതിനുള്ള ഹോളാണ് കേട്ടോ. അപ്പൊ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മോളുടെ ഒരു പഴയ ഫ്രോക്കിനുള്ള ബെൽറ്റ് ആണ് കേട്ടോ. ആ ഒരു ബെൽറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിന്റെ സെൻട്രലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു 2 കപ്പും ചേർത്ത് വെച്ച ഭാഗം ഉണ്ടല്ലോ, അപ്പൊ ആ ഒരു ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ലേസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ലേസ് ഒക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ ഈ ഒരു ബോ ഇതിന്റെ സെൻട്രലിൽ വരുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിന്റെ ഈ ഒരു എക്സ്ട്രാ വരുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ കുട്ടികളുടെ ഡ്രസ്സിന്റെ മുകളിലുള്ള ബോയും ബെൽറ്റും ഒക്കെ ഉണ്ടാവുമല്ലോ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമുക്ക് നല്ലൊരു ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ കയ്യിലെ തവികളൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ ഇട്ട് കൊടുക്കുന്നത് വുഡൻ തവിയാണ് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ അടുക്കള എപ്പോഴും ഒതുങ്ങിയിരുന്നോളൂ. വലിയ സ്ഥലക്കുറവ് നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. പിന്നെ അത് മാത്രമല്ല, കാണാനും ഭംഗിയായിരിക്കും. ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പുറമേ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലുള്ള ഓർഗനൈസർ ഒക്കെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഇനി ഐസ്ക്രീം കപ്പൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു ടിന്നാണ്. നമ്മുടെ കുക്കീസും പിന്നെ അതുപോലെ തന്നെ ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ടിന്നാണ് കേട്ടോ ഇത്. ഇതുപോലുള്ള ടിന്നും നമുക്ക് നമ്മുടെ അടുക്കളയിൽ നല്ല രീതിയിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതേ രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിന്റെ രൂപം ഒന്ന് മാറ്റിയെടുക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലൊരു ചരടാണ്. ഇതിപ്പോ മാക്രമേ ത്രെഡ് ആണ്.
നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് ഒട്ടിച്ചെടുക്കാനായിട്ട് ഞാൻ ഇതുപോലുള്ള ഡബിൾ ടാപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ഫെവിക്കോൾ പോലത്തുള്ള വൈറ്റ് ഗ്ലൂ ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പം എളുപ്പപ്പണിക്ക് ഞാൻ ഇത് എടുത്തെന്ന് മാത്രം. അപ്പോൾ ഈ ഒരു ടാപ്പ് നമുക്ക് ആദ്യം ഇതിന്റെ മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഈ ഒരു ടിന്നിന് ചുറ്റുമായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മുകളിലത്തെ പേപ്പർ നമുക്കൊന്ന് ഇളക്കി മാറ്റാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ത്രെഡ് ഉണ്ടല്ലോ, അത് ഇതിന്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടും ഗ്യാപ്പ് വരാത്ത രീതിയിലാണ് കേട്ടോ ഒട്ടിച്ചെടുക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ടിന്നിന്റെ മുക്കാൽ ഭാഗത്തോളം വരുന്ന രീതിയിൽ ഒട്ടിച്ചെടുക്കാം. പിന്നെ ഇത് ഒട്ടിച്ചെടുക്കുന്ന കാണിക്കുകയാണെങ്കിൽ ഒത്തിരി ലെങ്തി ആയി പോകും വീഡിയോ. അത് കാണുന്ന നിങ്ങൾക്കും ബോറടിക്കും, ചെയ്യുന്ന എനിക്കും ബോറടിക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒട്ടിച്ചുകൊണ്ട് വരാം കേട്ടോ. അപ്പൊ ഞാൻ വൈറ്റ് കളർ ത്രെഡ് ഇതുപോലെ മുക്കാൽ ഭാഗത്തോളം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒട്ടിച്ചെടുക്കുന്നത് ഇതിന്റെ തന്നെ വേറൊരു ഷെയ്ഡ് എന്റെ കയ്യിലുണ്ടായിരുന്നു, ഒരു ബ്രൗൺ കളർ ആണ് കേട്ടോ. അപ്പൊ അത് ഞാൻ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അത് ഈ ഒരു ടിന്നിന്റെ അവസാനം വരെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒട്ടും ഗ്യാപ്പില്ലാതെ വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. ഗ്യാപ്പ് വരുമ്പോൾ ഒരു വൃത്തികേടാണ് കേട്ടോ. അപ്പോൾ ഒട്ടും ഗ്യാപ്പില്ലാതെ വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്നുകൂടി ഒന്ന് ഭംഗിയാക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ബോ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പണ്ട് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. ഇതുകൂടി നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഇതിന്റെ സെന്റർ ഭാഗത്തായിട്ട് ഇതുപോലെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് ഈ ഒരു ടിന്നിന്റെ മുകളിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ആ ഒരു ബോ കൂടി വന്നപ്പോൾ ഇതിന്റെ ഭംഗി ഒന്നുകൂടി ഒന്ന് ഇരട്ടിച്ചെന്ന് വേണം പറയാനായിട്ട്. അപ്പൊ ഇത് നമ്മുടെ അടുക്കളയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓർഗനൈസർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഡെയിലി കുക്കിങ്ങിന് എടുക്കുന്ന ഓയിലും സ്പൈസ് ജാറൊക്കെ നമുക്ക് ഇതിലോട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാവുന്നതാണ്. സാധാരണ നമ്മൾ ഓയിൽ ബോട്ടിലൊക്കെ അടുക്കളയുടെ കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് വെക്കുകയാണെങ്കിൽ അവിടെ മൊത്തം എണ്ണമയം ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ ടിന്നിലാക്കി വെക്കുകയാണെങ്കിൽ ആ ഒരു ടിന്നിന്റെ ഉൾഭാഗം മാത്രം വൃത്തിയാക്കിയാൽ മതി. അപ്പോൾ പഴയ ടിന്നൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. വെറുതെ കളയാതെ ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ നിങ്ങളുടെ ചെറിയ അടുക്കളയൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ള ഓർഗനൈസർ ഒക്കെ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു സ്ഥലം ലാഭിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഓർഗനൈസർ നമ്മൾ വലിയ വില കൊടുത്തിട്ടൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല ഓർഗനൈസർ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അടുക്കളയൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന ടിപ്പൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.